Hello, dear students. Welcome back to my chemistry class. And here is your Asna ma'am. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരള സിലബസ് കെമിസ്ട്രി ക്ലാസ് 9ൻ്റെ തേർഡ് ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് റിഡോക്സ് റിയാക്ഷൻസ് ആൻഡ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെത്തേഡ് ഓഫ് ഡിറ്റർമൈനിങ് ഓക്സിഡേഷൻ നമ്പർ വളരെ വൃത്തിയായിട്ട് നമ്മൾ പഠിച്ചിരുന്നു. ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് റിഡോക്സ് റിയാക്ഷൻസ്. എന്താണ് നമ്മുടെ ഈ ടോപ്പിക്കിൻ്റെ നമ്മുടെ ചാപ്റ്ററിൻ്റെ ഹെഡിങ് റിഡോക്സ് റിയാക്ഷൻസ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് റിഡോക്സ് റിയാക്ഷൻസ്. എന്താണ് റിഡോക്സ് റിയാക്ഷൻസ് എന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ എന്താണ് ഓക്സിഡേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ഓക്സിഡേഷൻ, അതുപോലെ വാട്ട് ഈസ് റിഡക്ഷൻ. ഓക്സിഡേഷൻ റിഡക്ഷനൊക്കെ നമുക്കറിയാം. ഓക്സിഡേഷൻ എന്തായിരുന്നു? ഓക്സിഡേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ലോസ് ഓഫ് ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുന്ന പ്രോസസ്സിനെ പറയുന്നതാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന്. ദെൻ വാട്ട് അബൌട്ട് റിഡക്ഷൻ? ദെൻ ഈ ഓക്സിഡേഷൻ സംഭവിക്കുന്ന ആറ്റത്തിനെ നമ്മൾ വേറൊരു പേരിൽ വിളിച്ചിരുന്നല്ലോ. എന്താണ്? അവരാരാണ്? എന്ത് ഏജൻ്റാണ് അവർ? ദ ആറ്റം വിച്ച് ലോസ് ഇലക്ട്രോൺ ഈസ് കോൾഡ് ദ റിഡ്യൂസിങ് ഏജൻറ്റ് ഓർ ദ ആറ്റം വിച്ച് ഹെൽപ്സ് ഇൻ റിഡക്ഷൻ. അപ്പോൾ ആർക്കാണോ ഓക്സിഡേഷൻ സംഭവിച്ചത് അയാളെ നമ്മൾ റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് വിളിച്ചിരുന്നു. അപ്പോൾ റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, ദ ആറ്റം വിച്ച് ഹെൽപ്സ് ഇൻ റിഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ആറ്റത്തിനെ നമ്മൾ റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുന്നു. അത് ആരായിരിക്കും? ഓക്സിഡേഷൻ ആർക്കാണോ നടന്നത് ആ ആറ്റമായിരിക്കും റെഡ്യൂസിങ് ഏജൻറ്റ്. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. ദെൻ വാട്ട് അബൌട്ട് റിഡക്ഷൻ? റിഡക്ഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. റിഡക്ഷൻ നമുക്കറിയാം, ഇലക്ട്രോൺസിനെ നേടിയെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റിഡക്ഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ദെൻ ദ ആറ്റം വിച്ച് ഗെയിൻസ് ഇലക്ട്രോൺ ഈസ് കോൾഡ് ദ ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഈ റിഡക്ഷൻ നടക്കുന്ന ആറ്റത്തിന് നമ്മൾ എന്ത് പറഞ്ഞിരുന്നു? ഓക്സിഡൈസിങ് ഏജൻറ്റ്. ആർക്കാണോ റിഡക്ഷൻ നടന്നത് അയാളെ നമ്മൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞിരുന്നു. ആണല്ലോ. എന്താ നമ്മൾ പറയുക? ദ ആറ്റം വിച്ച് ഹെൽപ്സ് ഫോർ ഓക്സിഡേഷൻ. എന്താണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്? ദ ആറ്റം വിച്ച് ഹെൽപ്സ് ഫോർ ഓക്സിഡേഷന് ഹെൽപ്പ് ചെയ്യുന്ന ആറ്റം. അപ്പോൾ ആരാണോ റിഡക്ഷൻ സംഭവിച്ചത് അയാളായിരിക്കും ഓക്സിഡൈസിങ് ഏജൻറ്റ്. ദെൻ ആർക്കാണോ ഓക്സിഡേഷൻ സംഭവിച്ചത് അയാളായിരിക്കും റിഡ്യൂസിങ് ഏജൻറ്റ്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, ദെൻ ഈ ടേം ഓർത്ത് വയ്ക്കാൻ ഞാനൊരു കോഡ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. വാട്ട് ഈസ് ദാറ്റ്? ഓയിൽ. ഓക്സിഡേഷൻ ഓർത്ത് വയ്ക്കാൻ ഓയിൽ എന്ന ടേം ഞാൻ പഠിപ്പിച്ചിരുന്നു. ഓക്സിഡേഷൻ ഓയിൽ എന്നത് ഒരു ഷോർട്ട് ഫോമായിട്ട് കണക്കാക്കിയാൽ അത് ഇലാബറേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഓ എന്ന് പറയുന്നത് ഓക്സിഡേഷൻ, ഐ ഈസ് എൽ ലോസ് ഓഫ് ഇലക്ട്രോൺ. ദെൻ റിഡക്ഷൻ ഓർത്ത് വയ്ക്കാൻ ഓയിൽ റിഗ്. ഓയിൽ കുഴിച്ചെടുക്കുന്ന റിഗുകൾ ഉണ്ടാവില്ലേ, പെട്രോളിയം പ്രോഡക്ട്സ് ഒക്കെ കിട്ടുന്നത് ആ ഒരു ടേം കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഓയിൽ റിഗ് എന്ന് വെച്ചാൽ റിഡക്ഷൻ ഓർത്ത് വയ്ക്കുന്ന ടേമാണ്. റിഡക്ഷൻ ഈസ് ആർ എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ, ഐ ഈസ്, ദെൻ ജി ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. രണ്ടും ഇലക്ട്രോൺസിൻ്റെ കൈമാറ്റങ്ങളാണ് കേട്ടോ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഓയിലിനെ ഓർത്ത് വയ്ക്കുക. ഓക്സിഡേഷൻ ഈസ് ലോസ് ഓഫ് ഇലക്ട്രോൺ, ഈ ടേം ഓർത്ത് വെച്ചാൽ മതി. ദെൻ റിഡക്ഷൻ ഈസ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്, മാറിപ്പോവാതിരിക്കാൻ. ദെൻ ഏജൻറ്റുമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് എന്ന്. ഓക്കെ, ഇതെല്ലാം നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ദെൻ ഒരു കോവാലൻ്റ് കോമ്പൗണ്ടിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു നിങ്ങൾ. യെസ്, നമ്മൾ കണ്ടിട്ടുണ്ട്. HCl ഒരു കോവാലൻ്റ് കോമ്പൗണ്ടാണ്. എന്താ കാരണം നോക്കാം. നമുക്കറിയാം അത് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിട്ടാണ് എടുക്കുന്നത് അല്ലേ. അവർ കോമ്പൗണ്ട് ഫോം ചെയ്യണമെങ്കിൽ ഇലക്ട്രോൺസിന് ഷെയർ ചെയ്യുകയാണ്, കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് കോവാലൻ്റ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് HCl. ഇനി ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനോ ഒരൊറ്റ ഷെല്ലേ ഉള്ളൂ, അതിന് ഒരു ഇലക്ട്രോണേ ഉള്ളൂ, സോ 1. ദെൻ ക്ലോറിനോ, HCl ഏതൊക്കെ ആറ്റംസ് ഉണ്ട്? ഹൈഡ്രജനുണ്ട്, ക്ലോറിനുണ്ട്. ദെൻ ക്ലോറിൻ്റെ ആറ്റോമിക് നമ്പർ 17 ആണ്. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 287 അറിയാലോ. ഇനി ഇതാണ് ഇതിൻ്റെ ലെവിസ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം. ഇലക്ട്രോൺസിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത് ഡയഗ്രമാണിത്. എന്തിൻ്റെ ഫോർമേഷൻ? ഹൈഡ്രജൻ ക്ലോറൈഡ് ഫോം ചെയ്യുന്നത്. ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഒരു
ഇലക്ട്രോണേ ഉള്ളൂ ഒരൊറ്റ ഷെല്ലിൽ. അതാണ് ഇവിടെ ക്രോസ് സൈൻ കാണിച്ചിട്ടുള്ളത്. ക്രോസ് സൈൻ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രത്തിൽ ക്രോസ് സൈനും ഇലക്ട്രോണിനെ സൂചിപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഹൈഡ്രജന് ചുറ്റും ഒരു ഇലക്ട്രോൺ ആണുള്ളത്. ദെൻ ക്ലോറിൻ, ഇവിടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് മാത്രമാണ് നമ്മൾ ലെവിസ് ഡോട്ട് ഡയഗ്രത്തിൽ കാണിക്കാറ്. സോ ഇവിടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ക്ലോറിന് 7 ഇലക്ട്രോൺ ആണ്. സോ 7 ഡോട്ട് ഇട്ട് കൊടുക്കുന്നു ക്ലോറിൻ്റെ ചുറ്റും. ഇനി ഇവർ തമ്മിൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഹൈഡ്രജന് സ്റ്റേബിൾ ആവണം. എന്തിനാണോ ഓരോ ആറ്റംസും റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്? അവർ സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട്, സ്റ്റേബിളായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് ഒരു ആറ്റം സ്റ്റേബിൾ ആവുന്നത്? ഓരോ ആറ്റത്തിൻ്റെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ വന്നാലാണ് ആ ആറ്റം സ്റ്റേബിൾ ആവുന്നത്. അപ്പോൾ ഈ സ്റ്റേബിൾ ആവുന്ന അതിന് നമ്മളൊന്ന് പറഞ്ഞിരുന്നല്ലോ, എന്താണ്? ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി ചില ആറ്റംസിന് എലമെൻറ്റ്സിന് ഒക്ടറ്റ് അല്ല, പകരം ഡപ്ലറ്റ് ആയിരുന്നു. ഏതൊക്കെയാണത്? ഹൈഡ്രജൻ, ഹീലിയം, അവർക്കൊക്കെ ഡപ്ലറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. അവർക്ക് 2 ഇലക്ട്രോൺസ് മതി സ്റ്റേബിൾ ആവാൻ. കാരണം എന്താ? അവർക്കൊരൊറ്റ ഷെല്ലേ ഉള്ളൂ, കെ എന്ന ഷെല്ല്. സോ ആ കെ എന്ന ഷെല്ലിൽ മാക്സിമം പോകുന്നത് എത്രയാണ്? നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട്, 2, 8, 18 അങ്ങനെയാണ് പോകുന്നത്. സോ ഫസ്റ്റ് ഷെല്ലിൽ മാക്സിമം പോകുന്നത് 2 എണ്ണമാണ്. സോ ഹൈഡ്രജന് സ്റ്റേബിൾ ആവണമെങ്കിൽ 2 ഇലക്ട്രോൺസ് മതി. അതാണ് ഇവിടെ നോക്കൂ, ഇവരെങ്ങനെയാണ് ഇലക്ട്രോൺസ് ഷെയർ ചെയ്തിരുന്നത്. ഇവിടെ ഹൈഡ്രജന് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇലക്ട്രോൺ ക്ലോറിൻ വിട്ടുകൊടുക്കാൻ തയ്യാറാണോ? അല്ല. ക്ലോറിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 എണ്ണം ഉണ്ട്. അപ്പോൾ ഇനി ക്ലോറിൻ സ്റ്റേബിൾ ആണെങ്കിൽ 1 ഇലക്ട്രോൺ മതി കിട്ടിയാൽ ക്ലോറിൻ സ്റ്റേബിൾ ആവും. ഹൈഡ്രജന് സ്റ്റേബിൾ ആവണമെങ്കിൽ ഒരെണ്ണം മതി. ഹൈഡ്രജൻ സ്റ്റേബിൾ ആണെങ്കിൽ ടോട്ടൽ 2 ഇലക്ട്രോൺ മതി. കാരണം ഹൈഡ്രജൻ ഒരൊറ്റ ഷെല്ലേ ഉള്ളൂ, കെ എന്ന ഷെല്ല്. അതിൽ മാക്സിമം പോകുന്നത് 2 ഇലക്ട്രോണാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി 1 ഇലക്ട്രോൺ ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഇനി 1 ഇലക്ട്രോൺ കൂടി മതി സ്റ്റേബിൾ ആവണമെങ്കിൽ. അപ്പോൾ ഹൈഡ്രജന് ഡപ്ലറ്റും കംപ്ലീറ്റ് ആവണം, ക്ലോറിന് ഒക്ടറ്റും കംപ്ലീറ്റ് ആവണം. അപ്പോൾ ഹൈഡ്രജന് 1 ഇലക്ട്രോൺ വിട്ടുകൊടുക്കാൻ തയ്യാറാണോ? അല്ല. ക്ലോറിനോ? തീരെയില്ല. അപ്പോൾ എന്ത് തീരുമാനത്തിലെത്തുന്നു? നമുക്ക് തമ്മിൽ ഷെയർ ചെയ്തെടുക്കാം. ഓരോ ഇലക്ട്രോൺസിനെയും കംപ്ലീറ്റ് ആയിട്ട് വിട്ടു തരില്ല. അങ്ങനെയാണ് അവരവിടെ കോവാലൻ്റ് കോമ്പൗണ്ടായിട്ട് നിൽക്കുന്നത്. കോവാലൻ്റ് ബോണ്ടിങ് ഇവിടെ നടക്കുന്നു. സിംഗിൾ ബോണ്ടായിട്ട് അവർ ബോണ്ട് ഫോം ചെയ്തു. 2 പേരുടെയും സ്റ്റെബിലിറ്റി കൈവരിച്ചിട്ട് അവിടെ നിൽക്കുന്നു. ഹൈഡ്രജൻ ഇപ്പോൾ എടുത്ത് നോക്കൂ, ഹൈഡ്രജൻ്റെ ചുറ്റും എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 എണ്ണം. ക്ലോറിൻ എടുത്ത് നോക്കൂ, ഈ ഒരു സർക്കിളിൽ വരുന്നത് 8 എണ്ണമായി. അങ്ങനെ 2 പേരും സ്റ്റേബിളായി നിൽക്കുന്നു. ഇനി നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ഇവരെങ്ങനെ സ്റ്റെബിലിറ്റി കൈവരിച്ചത്? ഷെയർ 1 പെയർ ഓഫ് ഇലക്ട്രോൺ, ക്ലോറിനും ഹൈഡ്രജനും 1 പെയർ ഇലക്ട്രോണിനെ ഷെയർ ചെയ്തിട്ട്. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഓക്സിഡേഷൻ നമ്പറൊക്കെ കണ്ടുപിടിക്കാൻ പഠിച്ചല്ലോ. എങ്ങനെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, ഒരു കോമ്പൗണ്ട്, ഇപ്പോൾ HCl എന്ന കോമ്പൗണ്ടിൽ 2 ആറ്റംസ് ഉണ്ട്, ഹൈഡ്രജനും ഉണ്ട്, ക്ലോറിനും ഉണ്ട്. ഇനി ഇങ്ങനെ കെമിക്കൽ റിയാക്ഷനൊക്കെ നടന്നു കഴിഞ്ഞ് ഒരു കോമ്പൗണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ചാർജ് ഉണ്ടാവും. ആ ചാർജിനെയാണ്, ഓരോ ആറ്റത്തിനും ഡിഫറെൻറ്റ് ചാർജ് ഉണ്ടാവും. അപ്പോൾ ആ ചാർജിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഓക്സിഡേഷൻ നമ്പർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുന്നതും നേടിയെടുക്കുന്നതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ കാണുന്നത്. സോ ഈ കോവാലൻ്റ് കോമ്പൗണ്ട് ആണെങ്കിൽ അവിടെ ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, പകരം അവർ ഷെയർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചാർജ് കണക്കാക്കുന്നത്? അയോണിക് ബോണ്ടായിരുന്നെങ്കിൽ നമുക്ക് സിമ്പിളായിരുന്നു. ആരാണ് ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തിയത് അയാൾക്ക് പോസിറ്റീവും നേടിയെടുത്ത ആൾക്ക് നെഗറ്റീവും ചാർജ് ഇട്ട് കൊടുക്കാം. പക്ഷേ ഈ കോവാലൻ്റ് കോമ്പൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും? യെസ്, അവിടെയാണ് നമ്മൾ ഈ ഫിഗർ ഓർക്കേണ്ടത്. ഇത് എന്തിൻ്റെ ഫിഗറാണ്? ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് വെച്ചാൽ തന്നിലേക്ക് ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഫോഴ്സ്. അത് ആർക്കാണോ കൂടുതൽ അയാൾക്ക് നമ്മളൊരു നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന്, അയാൾക്കൊരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് വരും. കംപ്ലീറ്റ് ആയിട്ടൊരു ചാർജ് വരില്ല, എന്നാലും ചെറുതായിട്ട് തൻ്റെ ഭാഗത്തു നിന്നൊക്കെ കൂടുതൽ നെഗറ്റീവ് ഇലക്ട്രോൺസ് വരുന്നതുകൊണ്ട് ചെറുതായിട്ടൊരു നെഗറ്റീവ് ചാർജ് വരുന്നു. അതുകൊണ്ട് നമുക്ക് അതിനെ നെഗറ്റീവ് ചാർജ് ഉണ്ടെന്നും കണക്കാക്കുന്നു. ദെൻ ആരുടെ ഭാഗത്തു നിന്നാണോ ഇലക്ട്രോൺസ് വിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അയാൾക്ക് നമ്മൾ പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് കണക്കാക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന ടേം നമ്മൾ പഠിച്ചത്. സോ കോവാലൻ്റ് കോമ്പൗണ്ടിൽ ചാർജ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ പറയുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലുള്ള ആൾക്ക് പോസിറ്റീവ് ഓക്സിഡേഷൻ നമ്പറും കൊടുക്കുന്നു, കുറവുള്ള ആൾക്ക് നെഗറ്റീവ് ഓക്സിഡേഷൻ നമ്പറും കൊടുക്കുന്നു. സോ ഇവിടെ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ നോക്കുമ്പോൾ എന്തായിരിക്കും? +1 ഇവിടെ. കാരണം ഒരു
ഒരു ഇലക്ട്രോൺ ആണ് ഇവിടെ ഹൈഡ്രജൻ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് പോവില്ല, ഹൈഡ്രജൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് +1 എന്ന് തന്നു ഓക്സിഡേഷൻ നമ്പർ. ദെൻ ക്ലോറിന് ഒരു ഇലക്ട്രോൺ ആണ്, ഹൈഡ്രജൻ്റെ ഒരു ഇലക്ട്രോൺ ആണ് തന്നിലേക്ക് ഇങ്ങനെ അട്രാക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. സോ അതുകൊണ്ട് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്ലോറിൻ എന്തായിരിക്കും? -1. ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്യുമ്പോൾ എന്താ? യെസ്, നെഗറ്റീവാണ് ഓക്സിഡേഷൻ നമ്പർ. ദെൻ ഇലക്ട്രോൺസിന് നഷ്ടപ്പെടുമ്പോൾ പോസിറ്റീവാണ് ഓക്സിഡേഷൻ നമ്പർ. ഓക്കെ, അപ്പോൾ നമ്മളിതെല്ലാം കണ്ടു. ഇനി ഇതിൽ നിന്ന് ഇവിടെ എങ്ങനെയാണ് ഒരു കോമ്പൗണ്ടിൻ്റെ +1 -1 ഇങ്ങനെ തന്നാൽ അതിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലായി? ഇവിടെ ഹൈഡ്രജന് +1 ആണ് ഓക്സിഡേഷൻ നമ്പർ എന്നും ക്ലോറിന് -1 ആണ് ഓക്സിഡേഷൻ നമ്പർ എന്നും. ഓക്കെ, ഇനി ഇവിടെ ഈ ഹൈഡ്രജനും ക്ലോറിനും ഇത് ഈ സെയിം ഇക്വേഷൻ ഹൈഡ്രജനും ക്ലോറിനും ഫോം ചെയ്തിട്ട് HCl എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഇക്വേഷൻ നമ്മൾ പഠിച്ചത്? H2 + Cl2 gives 2HCl. ഇനി അതിൻ്റെ മുകളിൽ ഓരോ നമ്പർ ഇട്ടിട്ടുണ്ടല്ലോ, അതെന്താ നമ്പർ സൂചിപ്പിക്കുന്നത്? യെസ്, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ഓക്സിഡേഷൻ നമ്പറാണ്. എന്ന് വെച്ചാൽ ഓരോന്നിൻ്റെയും ചാർജിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. H2 എന്ന ആറ്റത്തിൻ്റെ ചാർജ് ഇവിടെ എത്രയാണ്? യെസ്, 0 ആണ്. നമുക്കറിയാം ഒരു എലമെൻ്റൽ മോളിക്യൂളാണ്. ഇങ്ങനെ ഇൻഡിവിജ്വലായിട്ട് നിൽക്കുന്ന ആറ്റംസിന് 0 ആണ് ചാർജ്. കാരണം ഇവർ രണ്ടുപേരും ഇലക്ട്രോനെഗറ്റിവിറ്റി സെയിം ആണോ, ഒരേപോലെയാണ് ഇവർ ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് 0 ആണ്. ദെൻ ക്ലോറിനും സെയിം തന്നെ 0 ആണ്. നമ്മൾ എത്രയോ തവണ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ ഗിവ്സ് 2HCl. HClലെ നമുക്കറിയാം ഹൈഡ്രജന് +1 ആണ് ഇവിടെ ചാർജ് ഉള്ളത്. ദെൻ ക്ലോറിന് -1 ആണ്. ഇനി ഇത് നോക്കിയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ഇത് നോക്കിയിട്ട് നമ്മൾ ഓക്സിഡേഷനും റിഡക്ഷനും ഒക്കെ ഓരോ ആറ്റത്തിനും വരുന്നുണ്ടെന്ന് എങ്ങനെയാണ് നമ്മൾ നോക്കിയിരുന്നത്? യെസ്, ആർക്കാണോ ഓക്സിഡേഷൻ നമ്പർ കൂടിയത് അവർക്ക് ഓക്സിഡേഷനാണ് സംഭവിക്കുന്നതെന്നും ആരുടെ ഓക്സിഡേഷൻ നമ്പറാണോ കുറഞ്ഞത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും നോക്കിയിട്ട് കേട്ടോ, റിയാക്റ്റൻ്റ് സൈഡിൽ ആർക്കാണോ റിയാക്റ്റൻ്റ് സൈഡിൽ കൂടുതൽ ഉണ്ടാകുന്ന ആൾ കുറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഓക്സിഡേഷൻ സംഭവിച്ചു എന്നും, ഓക്സിഡേഷൻ അല്ല റിഡക്ഷൻ, റിയാക്റ്റൻ്റ് സൈഡിൽ നിന്നും പ്രൊഡക്റ്റ് സൈഡിലേക്ക് വരും തോറും ഓക്സിഡേഷൻ നമ്പർ കൂടിക്കഴിഞ്ഞാൽ അവർക്ക് ഓക്സിഡേഷൻ സംഭവിച്ചു എന്നും, ദെൻ നേരെ ഓപ്പോസിറ്റ് റിയാക്റ്റർ സൈഡിലുള്ള ആളുടെ അടുത്തു നിന്ന് പ്രൊഡക്റ്റ് സൈഡിലോട്ട് വരും തോറും ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് റിഡക്ഷൻ സംഭവിച്ചു എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഹൈഡ്രജൻ്റെ കേസ് എങ്ങനെയാണ്? ഹൈഡ്രജന് 0ൽ നിന്ന് +1 ചേഞ്ച് ചെയ്തു. കൂടുകയാണോ കുറവുകയാണോ? യെസ്, 0 എന്ന ചാർജിൽ നിന്ന് +1 വന്നപ്പോൾ കൂടി, എന്ന് വെച്ചാൽ ഓക്സിഡേഷൻ എന്ന പ്രോസസ്സ് സംഭവിച്ചു. കറക്റ്റാണല്ലോ. ഹിയർ ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഇൻക്രീസസ് ഫ്രം 0 to +1. സോ ഓക്സിഡേഷൻ ഒക്കേഴ്സ്. ഇവിടെ ഹൈഡ്രജന് ഓക്സിഡേഷൻ സംഭവിച്ചു. എന്ന് വെച്ചാൽ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുക. അത് തന്നെയാണല്ലോ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. എത്ര ഇലക്ട്രോണെ നഷ്ടപ്പെടുന്നു? ഇലക്ട്രോണെ നഷ്ടപ്പെട്ടാൽ പ്ലസ് ചാർജ് വരുന്നു, +1. ദെൻ റിഡക്ഷനോ, ഇവിടെ ആർക്കും റിഡക്ഷൻ സംഭവിച്ചിട്ടുള്ള ക്ലോറിൻ്റെ കേസ് നോക്കുക. ക്ലോറിന് 0 ആയിരുന്നു ചാർജ്, അത് -1 ആയി. എന്ന് വെച്ചാൽ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു എന്ന് വെച്ചാൽ റിഡക്ഷൻ സംഭവിച്ചു. ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്ലോറിൻ ഡിക്രീസസ് ഫ്രം 0 to -1. സോ റിഡക്ഷൻ ഒക്കേഴ്സ്. ഇവിടെ റിഡക്ഷൻ ആണ് ക്ലോറിന് സംഭവിച്ചത്. എന്ന് വെച്ചാൽ റിഡക്ഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം ഗെയിൻ ഓഫ് ഇലക്ട്രോൺസിനെ നേടിയെടുത്താൽ അതിന് നെഗറ്റീവ് ചാർജ് വരുന്നു. അത് തന്നെയാണല്ലോ ഇവിടെ തന്നിട്ടുള്ളത്, -1, ഒരു ഇലക്ട്രോണ് കൂടുതലാണ്. അങ്ങനെ ഇതൊക്കെ നമുക്ക് മനസ്സിലായി. ഇവിടെ എന്താ ഒരു പ്രത്യേകത ഉള്ളത്? യെസ്, ഹിയർ ദ പ്രോസസ് ഓഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്സ് പ്ലേസ് സൈമൾട്ടേനിയസ്ലി. ഹെൻസ് ദീസ് 2 reactions together are known as redox reactions. അപ്പോൾ എന്താണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് മനസ്സിലായോ? ഇവിടെ ഈ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഓക്സിഡേഷനും നടന്നു, റിഡക്ഷനും നടന്നു, 2 പ്രോസസ്സും നടന്നിട്ടുണ്ടല്ലോ. ഇങ്ങനെയുള്ള കെമിക്കൽ റിയാക്ഷനെ പറയുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻസ്. രണ്ടും ഒരുമിച്ച് നടക്കുക. ഇവിടെ ഹൈഡ്രജന് ഓക്സിഡേഷനും നടന്നു, ക്ലോറിന് റിഡക്ഷനും നടന്നു. ഇങ്ങനെ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടക്കുന്ന
പ്രോസസ്സിനെ അല്ലെങ്കിൽ റിയാക്ഷനെ പറയുന്നതാണ് റിഡോക്സ് റിയാക്ഷൻസ്. മനസ്സിലായല്ലോ? വളരെ സിമ്പിളാണ്. എങ്ങനെയാണ് ഈ റിഡോക്സ് റിയാക്ഷൻ എന്ന നെയിം കിട്ടിയത്? റിഡക്ഷനിലെ REDയും ഇവിടെ റിഡക്ഷൻ ഇതൊക്കെ ഇവിടുത്തെ റിഡക്ഷൻ ക്ലോറിൻ്റെ റിഡക്ഷൻ നടന്നു. അതിൻ്റെ റിഡക്ഷനിലെ REDയും ഓക്സിഡേഷനിലെ OXും ചേർന്നിട്ടാണ് റിഡോക്സ് റിയാക്ഷൻ എന്ന പേര് വന്നത്. റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിഡക്ഷനും ഓക്സിഡേഷനും ഒരു കെമിക്കൽ റിയാക്ഷനിൽ നടക്കുക. അങ്ങനെയുള്ള കെമിക്കൽ റിയാക്ഷനെ നമ്മൾ പറയുന്നത് റിഡോക്സ് റിയാക്ഷൻസ്. ഇനി നമുക്ക് കുറച്ചുകൂടെ എക്സാമ്പിൾസ് നോക്കാം. ദെൻ ഇപ്പോൾ നമ്മളൊരു അയോണിക് കോവാലൻറ്റ് കോമ്പൗണ്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അയോണിക് കോമ്പൗണ്ടിൻ്റെ നോക്കാം. അയോണിക് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഓർമ്മ വരണം നമ്മുടെ വീട്ടിലിടുന്ന കറിയിലിടുന്ന ഉപ്പ്, കോമൺ സോൾട്ട്, സോഡിയം ക്ലോറൈഡ്. അപ്പോൾ സോഡിയം ക്ലോറൈഡിൻ്റെ സോഡിയത്തിൻ്റെ കെമിക്കൽ ഫോർമുല, സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 ആണ്. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281. ഡൊണേറ്റ് 1 ഇലക്ട്രോൺ ആണ്. ഒരു ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്തിട്ട് ആണ് അത് ഒക്ടൈഡ് സ്റ്റേബിളായി നിൽക്കുന്നത്. അങ്ങനെ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്താൽ അയോണിക് കോമ്പൗണ്ടായി നമുക്ക് പറയാൻ പറ്റും അയോണായിട്ട് നിൽക്കുന്നു എന്ന്. സോഡിയം Na+ ആവുന്നു. അയോൺ എന്ന് പറഞ്ഞാൽ ചാർജ്ഡ് ആറ്റംസിനോ ചാർജുള്ള ആറ്റംസിനെയാണ് നമ്മൾ അയോൺ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി, ഒരു ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്തിട്ടാണ് സോഡിയം സ്റ്റേബിൾ ആവുന്നത്. അപ്പോൾ നഷ്ടപ്പെടുത്തിയ പോസിറ്റീവ് ചാർജ് +1 ആണ്. ഇവിടെ ഒരു ഇലക്ട്രോണിനെയാണ് നമ്മൾ സോഡിയം ഡൊണേറ്റ് ചെയ്തത്. ദെൻ ക്ലോറിൻ അറ്റോമിക് നമ്പർ 17 ആണ്. 287 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ക്ലോറിന് എവിടെ നിന്നെങ്കിലും ഒരു ഇലക്ട്രോൺ കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുന്ന ആളാണ്. അപ്പോൾ ഈ സോഡിയം ഡൊണേറ്റ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിനെ ക്ലോറിൻ അക്സെപ്റ്റ് ചെയ്ത് ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി സ്റ്റേബിളായി നിൽക്കുന്നു. സോഡിയം ഇവിടെ ഓരോ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2 ഷെല്ലുള്ളതിൽ ലാസ്റ്റത്തെ ഷെല്ല് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 സ്റ്റേബിളായി നിൽക്കുന്നു. ക്ലോറിൻ ഇവിടെ സോഡിയം ഡൊണേറ്റ് ചെയ്യുന്ന ഒരു ഇലക്ട്രോൺ ക്ലോറിൻ അക്സെപ്റ്റ് ചെയ്ത് 8 ഔട്ടർമോസ്റ്റ് ഷെല്ല് കംപ്ലീറ്റ് ആയി ഹാപ്പിയായി സ്റ്റേബിളായി നിൽക്കുന്നു. അപ്പോൾ Cl- എന്ന അയാണാവുന്നു. കാരണം ഒരു ഇലക്ട്രോൺ കൂടുതലാണ്, അതുകൊണ്ട് അവിടെ നെഗറ്റീവ് ചാർജും സോഡിയത്തിന് ഒരു ഇലക്ട്രോൺ അവിടെ കുറവാണ്, അതുകൊണ്ട് പോസിറ്റീവ് ചാർജും ഒരു പ്രോട്ടോൺ അവിടെ കൂടുതലാണ്, അതുകൊണ്ട് പോസിറ്റീവ് ചാർജും. ദെൻ ഇനി ഇതിൻ്റെ ലെവിസ് ഡോട്ട് ഡയഗ്രമാണിത്. സോഡിയം ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ, അതിന് ആർക്ക് വിട്ടുകൊടുക്കുന്നു? ക്ലോറിൻ്റെ വിട്ടുകൊടുക്കുന്നു. അങ്ങനെ ക്ലോറിനും 8 സോഡിയവും 8 സ്റ്റേബിളായി അവർ കെമിക്കൽ ബോണ്ടിലൂടെ നിൽക്കുന്നു, അയോണിക് കോമ്പൗണ്ടായിട്ട് നിൽക്കുന്നു. നമുക്കറിയാം. ഇനി ഇതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? അയോണുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം പെട്ടെന്ന് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? എത്രയാണോ അയോണിൻ്റെ ചാർജ് അത് തന്നെയായിരിക്കും അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. ഇവിടെ അയോണിന് +1+ ആണ്, Na1+ ആണ്, അതുകൊണ്ട് നമുക്കറിയാം ഓക്സിഡേഷൻ നമ്പർ +1. ഇവിടെ ക്ലോറിന് 1- ആണ്, അതുകൊണ്ട് ഓക്സിഡേഷൻ നമ്പർ -1. ഇനി ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്കറിയാം NaClൻ്റെ മുകളിൽ +1ഉം -1ഉം തന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1ഉം ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ -1ഉം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഒരു കെമിക്കൽ ഒരു കോമ്പൗണ്ട് തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. ഇനി ഈ ഓക്സിഡേഷനൊക്കെ തന്നിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഇക്വേഷൻ തന്നു എന്ന് വിചാരിക്കുക. ഇതുപോലെ സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യുന്ന ഒരു ഇക്വേഷൻ നേരത്തെ HCl കണ്ട പോലെ തന്നെ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പറൊക്കെ തന്നിട്ടുണ്ട്, മുകളിൽ കണ്ടോ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് നമുക്ക് ഓക്സിഡേഷൻ ആർക്കാ സംഭവിച്ചത്, റിഡക്ഷൻ ആർക്കാ സംഭവിച്ചതെന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാമല്ലോ. എങ്ങനെയാണ് ഓക്സിഡേഷൻ സംഭവിച്ചത് നമുക്ക് മനസ്സിലാവുന്നത്? ആരുടെ ഓക്സിഡേഷൻ നമ്പറാണോ കൂടിയത് പ്രോഡക്റ്റ് സൈഡിലോട്ട് പോകും തോറും അവർക്ക് നമ്മൾ ഓക്സിഡേഷൻ സംഭവിച്ചു എന്ന് പറയും. ആരുടെ ഓക്സിഡേഷൻ നമ്പറാണോ കുറഞ്ഞു വന്നത് പ്രോഡക്റ്റ് സൈഡിൽ പോകുമ്പോൾ അയാൾ നമ്മൾ റിഡക്ഷൻ സംഭവിച്ചു എന്ന് പറയുന്നു. സോ ഇവിടെ ഹിയർ the oxidation number of sodium increases from 0 to +1. So oxidation occurs. ഇവിടെ സോഡിയത്തിൻ്റെ കേസ് നോക്കൂ. സോഡിയത്തിന് 0 ആയിരുന്നു, ഇവിടെ മുകളിൽ കാണിച്ചിട്ടുള്ളതാണ് ഓക്സിഡേഷൻ നമ്പർ. അത് റൈറ്റ് സൈഡിലോട്ട് പോകും തോറും +1 ആയി കണ്ടോ. അപ്പോൾ +1 കൂടുകയാണ്, അതുകൊണ്ട് അതിന് സോഡിയത്തിന് ഓക്സിഡേഷനാണ് സംഭവിച്ചതെന്ന് നമുക്ക് പറയാം. ഇനി ക്ലോറിൻ എടുത്ത് നോക്കൂ. ക്ലോറിന് 0ൽ നിന്ന് -1 ആണ്. -1 ആണോ 0 ആണോ വലുത്? 0 ആണ്. അപ്പോൾ -1 കുറയാണ് ചെയ്തത്. ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്ലോറിൻ ഡിക്രീസസ് ഫ്രം 0 to -1. സോ റിഡക്ഷൻ ഒക്കേഴ്സ്. അപ്പോൾ അതിന് റിഡക്ഷനാണ് സംഭവിച്ചത്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിലും രണ്ടും ബോത്ത്
ഓക്സിഡേഷനും സംഭവിച്ചിട്ടുണ്ട്, റിഡക്ഷനും സംഭവിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള കെമിക്കൽ റിയാക്ഷനെ നമ്മൾ എന്ത് പേര് പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ? റിഡോക്സ് റിയാക്ഷൻസ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഹിയർ ദ പ്രോസസ് ഓഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്സ് പ്ലേസ് സൈമൾട്ടേനിയസ്ലി. ഹെൻസ് ദസ് ടു റിയാക്ഷൻസ് ടുഗദർ ആർ നോൺ ആസ് റിഡോക്സ് റിയാക്ഷൻസ്. രണ്ട് ഓക്സിഡേഷനും റിഡക്ഷനും ഈ ഒരു കെമിക്കൽ റിയാക്ഷനിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് വേറൊരു അണു കോമ്പൗണ്ടിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇവിടെ MgF2 മാഗ്നീഷ്യം ഫ്ലൂറൈഡ് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാറ്? വളരെ സിമ്പിളാണ്. ആദ്യം മാഗ്നീഷ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ എഴുതുന്നു, അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നു, എന്നിട്ട് അത് എത്ര ഇലക്ട്രോൺസ്, അത് ഒക്ടറ്റ് ആവണമെങ്കിൽ ഡൊണേറ്റ് ചെയ്യണോ അക്സെപ്റ്റ് ചെയ്യണോ അത് നമ്മൾ എഴുതണം. എന്നിട്ട് അതിൻ്റെ അയോണ് എഴുതണം. സോ ഇവിടെ മാഗ്നീഷ്യം 12 ആണ് അറ്റോമിക് നമ്പർ. അപ്പോൾ 282 അങ്ങനെ എഴുതി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ 2 ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്താൽ മാഗ്നീഷ്യം സ്റ്റേബിളായി നിൽക്കും. പിന്നീട് ഇവിടെ കാണുന്ന 8 ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, അതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ അയോൺ എങ്ങനെ ആയിരിക്കും? Mg2+. കാരണം എന്താ? 2 ഇലക്ട്രോൺസിനെയാണ് അവിടെ ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്താൽ അവിടെ 2 പ്രോട്ടോൺ കൂടുതലാണ്. അതുകൊണ്ടാണ് 2+. 2 ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്തപ്പോൾ 2 പോസിറ്റീവ് ചാർജ് അവിടെ കൂടി. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ദെൻ ഫ്ലൂറിൻ്റെ കേസോ, ഫ്ലൂറിൻ അറ്റോമിക് നമ്പർ എഴുതുക 9. ദെൻ 27 ആണ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അത് ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്താനോ നേടിയെടുക്കാനോ? യെസ്, ഇവിടെ 7 ആണ്. ഇനി ഒരു ഇലക്ട്രോൺ കൂടി കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റേബിളാവും. അപ്പോൾ എക്സെപ്റ്റ് 1 ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യും, എന്നിട്ട് അത് സ്റ്റേബിളായി ഹാപ്പി ആയിട്ട് ഇരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. ഓക്സിഡേഷൻ നമ്പർ ഇവിടെ മാഗ്നീഷ്യം 2 ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യും. ഇവിടെ അയോൺ തന്നിട്ടുണ്ട്. നമുക്ക് അയോൺ തന്നു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. എങ്ങനെ? അയോണിൻ്റെ ചാർജ് എത്രയാണോ അത് തന്നെയായിരിക്കും അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. ഇവിടെ Mg2+ ഉണ്ട്, അതുകൊണ്ട് +2 ആണ് മാഗ്നീഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. ഫ്ലൂറിൻ്റേതോ -1 ആണ്, അതുകൊണ്ട് ഓക്സിഡേഷൻ നമ്പർ -1 ആണ്. എപ്പോഴും നമ്മൾ ഓക്സിഡേഷൻ നമ്പർ എഴുതുമ്പോൾ ചാർജ് എഴുതണം കേട്ടോ. ദെൻ ഇതാണ് മാഗ്നീഷ്യം MgF2ൻ്റെ ലെവിസ് ഡോട്ട് ഡയഗ്രാം. മാഗ്നീഷ്യത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണ്, അതുകൊണ്ട് ഇവിടെ 2 ഡോട്ട് ഇട്ട് കൊടുത്തു. പ്ലസ് ഫ്ലൂറിൻ, 2 ഫ്ലൂറിൻ ഇവിടെ വന്നിട്ടുണ്ട്. എന്താ കാരണം? മാഗ്നീഷ്യം ഡൊണേറ്റ് ചെയ്യുന്ന മാഗ്നീഷ്യം എത്ര ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്? 2 ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഫ്ലൂറിൻ എത്ര ഇലക്ട്രോണാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്? 1 ഇലക്ട്രോൺ മതി ഫ്ലൂറിന്. അപ്പോൾ എന്ത് ചെയ്യും? മാഗ്നീഷ്യം 1 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നത് 1 ഫ്ലൂറിൻ എടുക്കും. മറ്റ് 2 ഇലക്ട്രോൺ ഉണ്ടല്ലോ, അടുത്ത ഇലക്ട്രോണിനെ ആരെടുക്കും? വേറൊരു ഫ്ലൂറിൻ വന്നെടുക്കണം. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒരു മാഗ്നീഷ്യത്തിൻ്റെ 1 ഇലക്ട്രോണ് 1 ഫ്ലൂറിൻ എടുക്കുന്നു, എട്ടെണ്ണായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഒരു ഇലക്ട്രോണ് അടുത്ത ഫ്ലൂറിൻ വന്നിട്ട് അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലും 8 സ്റ്റേബിളായി ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ മാഗ്നീഷ്യം അയോണായി, കാറ്റയോണായി Mg2+. കണ്ടോ? 2 ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തിയ ഒരു അയോണായിട്ട് നിൽക്കുന്നു. ഫ്ലൂറിനോ 1 ഇലക്ട്രോണ് എക്സ്ട്രാ കിട്ടിയ അയോണായിട്ട് നിൽക്കുന്നു. കണ്ടോ? നെഗറ്റീവ് ചാർജ് വന്നു, മാഗ്നീഷ്യത്തിന് പോസിറ്റീവ് ചാർജ് വന്നു. അതുകൊണ്ടാണ് MgF2 എന്ന കോമ്പൗണ്ടായി മാറിയത്. 1 മാഗ്നീഷ്യം 2 ഫ്ലൂറിനും. ഇനി ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, മാഗ്നീഷ്യം Mg അതിൻ്റെ മുകളിൽ +2 ആണ്. അതിൻ്റെ അർത്ഥം എന്താ? മാഗ്നീഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +2 ആണെന്നും ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. ദെൻ ഫ്ലൂറിൻ്റെ മുകളിൽ -1, ഫ്ലൂറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1. അപ്പോൾ നമ്മളിങ്ങനെ എഴുതണം ലാസ്റ്റ് ഓക്സിഡേഷൻ നമ്പർ എഴുതാൻ പറഞ്ഞാൽ. ഓക്കെ. ദെൻ ഇനി ഇവരെ നോക്കൂ. ഈ കോമ്പൗണ്ട് ഫോർമേഷൻ MgF2 എന്നുള്ള നമ്മൾ ഇക്വേഷനായിട്ട് എഴുതുമ്പോൾ മാഗ്നീഷ്യം + ഫ്ലൂറിൻ F2 gives MgF2. ഇതിൻ്റെ ഓക്സിഡേഷൻ നമ്പറൊക്കെ മുകളിലുണ്ട്. മാഗ്നീഷ്യം 0 ആണ്. ഒറ്റയ്ക്ക് നിൽക്കുന്ന ആറ്റത്തിൻ്റെ നമുക്കറിയാമല്ലോ 0 ആണ് ചാർജ്, അതാണ് ഓക്സിഡേഷൻ നമ്പർ 0. ദെൻ F2 2 ഫ്ലൂറിനും എലമെൻ്റൽ മോളിക്യൂൾ ആയതുകൊണ്ട് 2 പേരും ഒരേപോലെയാണ് ഇലക്ട്രോൺസിനെ വലിക്കുന്നത്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സെയിം ആണ്, അതുകൊണ്ട് 0 ആണ് ഓക്സിഡേഷൻ നമ്പർ എന്ന് വെച്ചാൽ ചാർജ്. ഇനി ഓക്സിഡേഷൻ ഇതൊക്കെ കെമിക്കൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് ഫോം ചെയ്തു, മാഗ്നീഷ്യം ഫ്ലൂറൈഡ്. അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഇവിടെ +2 ഉണ്ട്, -1 തന്നിട്ടുണ്ട്. സോ ഇവിടെ ഇതിൽ നിന്ന് നമുക്ക് അതിൻ്റെ ആർക്കാണോ ഓക്സിഡേഷൻ ആർക്കാണോ റിഡക്ഷൻ എന്ന് നമ്മളെങ്ങനെ നോക്കാറ്?
എങ്ങനെ നോക്കാറ്? യെസ്, ആരുടെ ഓക്സിഡേഷൻ നമ്പറാണോ കൂടിയത് അയാൾക്ക് ഓക്സിഡേഷൻ സംഭവിച്ചെന്നും ആരുടേതാണോ കുറവ് വന്നിട്ടുള്ളത് അയാൾക്ക് റിഡക്ഷൻ സംഭവിച്ചെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. ഹിയർ ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് മാഗ്നീഷ്യം ഇൻക്രീസസ് ഫ്രം 0 to +2. സോ ഓക്സിഡേഷൻ ഒക്കേഴ്സ്. ഇവിടെ എന്ത് തന്നിട്ടുള്ളത്? മാഗ്നീഷ്യത്തിൻ്റെ നോക്കാം. മാഗ്നീഷ്യം 0ൽ നിന്ന് +2 ആയിട്ട് കൂടി, അതുകൊണ്ട് മാഗ്നീഷ്യത്തിന് ഓക്സിഡേഷൻ സംഭവിച്ചു. ദെൻ ഫ്ലൂറിനോ, ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഫ്ലൂറിൻ ഡിക്രീസസ് ഫ്രം 0 to -1. 0ൽ നിന്ന് -1ലോട്ട് കുറഞ്ഞു ഫ്ലൂറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് വെച്ചാൽ ചാർജ്. അതുകൊണ്ട് ഫ്ലൂറിന് റിഡക്ഷനും സംഭവിച്ചു. ഇനി ഇവിടെ 2 റിയാക്ഷനും നടന്നു. ഓക്സിഡേഷൻ റിയാക്ഷനും നടന്നിട്ടുണ്ട്, ഓക്സിഡേഷൻ പ്രോസസ്സും നടന്നിട്ടുണ്ട്, റിഡക്ഷനും നടന്നിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള കെമിക്കൽ റിയാക്ഷനെ നമ്മൾ എന്ത് പേര് വിളിക്കുന്നു? റിഡോക്സ് റിയാക്ഷൻസ് എന്ന്. 2 റിയാക്ഷനും ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്സ് പ്ലേസ് സൈമൾട്ടേനിയസ്ലി. ഹെൻസ് ദീസ് 2 റിയാക്ഷൻസ് ആർ ടുഗെദർ നോൺ ആസ് റിഡോക്സ് റിയാക്ഷൻസ്. ഇവിടെ ഓക്സിഡേഷനും റിഡക്ഷനും നടന്നു, അതുകൊണ്ട് ഇങ്ങനെയുള്ള കെമിക്കൽ റിയാക്ഷൻ എന്ത് പേര് വിളിക്കുന്നു? റിഡോക്സ് റിയാക്ഷൻസ് എന്ന്. സോ എന്താണ് റിഡോക്സ് റിയാക്ഷൻസ് എന്ന് നമ്മൾ ഡെഫിനിഷൻ എഴുതുക. നമ്മൾ ഇന്നത്തെ ടോപ്പിക് അതായിരുന്നു. എ കെമിക്കൽ റിയാക്ഷൻ ഇൻ വിച്ച് ബോത്ത് റിഡക്ഷൻ ആൻഡ് ഓക്സിഡേഷൻ പ്രോസസ് ടേക്സ് പ്ലേസ് സൈമൾട്ടേനിയസ്ലി. ദിസ് ഈസ് നോൺ ആസ് റിഡോക്സ് റിയാക്ഷൻസ്. മനസ്സിലായല്ലോ? ഒരു കെമിക്കൽ റിയാക്ഷനിൽ 2 ഓക്സിഡേഷനും നടക്കുക, അതുപോലെ റിഡക്ഷനും, ഈ 2ഉം ഒരുമിച്ച് നടക്കുന്നതിന് പറയുന്നതാണ് റിഡോക്സ് റിയാക്ഷൻസ് എന്ന്. ഓക്കെ, സോ ദാറ്റ്സ് all about today's class. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പഠിച്ചു. ആൻഡ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് നോക്കാം വാട്ട് ഈസ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്ന്. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്.